അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ചൊവ്വയ്ക്ക് ഒരു ദ്രാക്കരണ സ്വരൂപമുണ്ട്. ഈ ദ്രാക്കരണ സ്വരൂപത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ ആ വ്യക്തിയിൽ വർദ്ധിച്ചിരിക്കുമെന്നും, അപ്പോൾ സമാനമായ പാപസ്ഥിതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ എലമെന്റ് സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് ഇങ്ങോട്ടും കൊടുത്ത് ഡ്രോവിൽ കളി അവസാനിക്കും. ചൊവ്വാദോഷം. ജയകുമാർജി, ഒരുപാട് പേര് ചൊവ്വാദോഷത്തിനെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചിട്ടുണ്ട്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ശരിക്കും പേടിക്കേണ്ട ഒരു സംഭവമല്ല. പേടിപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കുട്ടികളുടെ കല്യാണം, ഒരുപാട് അച്ഛനമ്മമാരും കാത്തിരുന്നിട്ട് കല്യാണം നടക്കാതിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ വേറൊരു ഡയമെൻഷനാണ് നമ്മൾ ജയകുമാർജിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് ചൊവ്വാദോഷം? ഇന്ന് ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് സാധാരണ വിവാഹം കഴിക്കാൻ പോകുന്നത് പേടിയാണ്. അയ്യോ, എൻ്റെ ജാതകത്തിൽ ചൊവ്വയുണ്ടോ, എൻ്റെ ജാതകത്തിൽ ചൊവ്വയുണ്ടോ. മാതാപിതാക്കളും വന്ന് ചോദിക്കാറുണ്ട് ചൊവ്വാദോഷം വല്ലതും ഉണ്ടോ. ഈ ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ജ്യോതിഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഞാൻ ജ്യോതിഷന്മാരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ജ്യോതിഷന്മാരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമ ചർച്ചകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ആളുകളുമായി ഇരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ പലപ്പോഴും ഈ ജ്യോതിഷത്തിനല്ല ജ്യോതിഷകാരന്മാർക്ക് സാധിക്കാറില്ല എന്നുള്ള സത്യം. കാരണം ഇവർ കാണുന്ന ആ ഒരു ചൊവ്വയല്ല, അതായത് നമ്മൾ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അല്ല സത്യത്തിൽ ഇവിടെ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ജാതകത്തിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നത് നമുക്കറിയാം. ചൊവ്വ ലഗ്നാലും ശുക്രാലും ഒക്കെ ചന്ദ്രാലും 7ാം ഭാവത്തിൽ നിൽക്കുക അല്ലെങ്കിൽ 8ൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഭാവങ്ങളിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ദൃഷ്ടി ഉണ്ടാകുക, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനു മുമ്പുള്ള ജ്യോതിഷന്മാരൊക്കെ പലപ്പോഴും നമ്മുടെ ഈ ചാനലിൽ കൂടെയൊക്കെ ചൊവ്വാദോഷം എന്താണെന്നും പരിഹാരം എന്താണെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ചൊവ്വാദോഷമുള്ള കല്യാണം കഴിച്ചാൽ എന്താണ് സത്യം സംഭവിക്കുക? ചൊവ്വാദോഷം അതിന് മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടെ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നറിയോ, മാതാപിതാക്കൾ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ പൊരുത്തം നടക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഈ പൊരുത്തം അപ്പോൾ ജ്യോതിഷം നേരെ നോക്കിയിട്ട് രണ്ടിൻ്റെ പൊരുത്തം നോക്കിയിട്ട് 5.5 ഉണ്ട്, 6 ഉണ്ട്, 6.5 ഉണ്ട്, 7 ഉണ്ട്, 8.5 എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ ഉത്തമമെന്ന് പറയും, മധ്യമമെന്ന് പറയും, അധമമെന്ന് പറയും, 3 രീതിയിലും പറയാറുണ്ട്. നടത്തേണ്ടെന്ന് പറയും, നടത്താൻ പറയും, പരിഹാരം ചെയ്ത് നടത്താൻ പറയും, ഒക്കെ പല രീതിയിൽ പറയാറുണ്ട്. എന്നിട്ടും പലപ്പോഴും പല കല്യാണങ്ങളും 6 മാസം, 1 വർഷം, ചിലപ്പോൾ 3 വർഷത്തിനുള്ളിൽ ഇതെല്ലാം ഡിവോഴ്സായിട്ട് പോകാറുണ്ട്, ബന്ധം വേർപെട്ട് പോകാറുമൊക്കെയുണ്ട്. ഉത്തമമെന്ന് പറഞ്ഞത് പലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് രണ്ട് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം നോക്കേണ്ട കാര്യം ഈ ഉത്തമത്തിൻ്റെ കൂടെ തന്നെ 2-3 കാര്യങ്ങളോട് നോക്കാം. ഇവർക്ക് ആയുസ്സുണ്ടോ എന്ന് നോക്കുക. 25 വർഷത്തിനുള്ളിൽ മരണപ്പെടാനുള്ള പല സാധ്യതയുണ്ടോ, അംഗവൈകല്യത്തിന് സാധ്യതയുണ്ടോ, ഈ ചെറുക്കനോ പെണ്ണോ 2 വിവാഹത്തിനുള്ള യോഗം ഉണ്ടോ എന്ന് 2-3 കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ ഉള്ളിൽ നോക്കേണ്ടതായിട്ടുണ്ട്. സന്താന യോഗം ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ഇല്ലെങ്കിൽ സന്താനയോഗം ഇല്ലെങ്കിൽ സന്താനയോഗം ഇല്ലാത്ത ഒരാളെ കൊണ്ട് കെട്ടിക്കുന്നതാണ് നല്ലത്. സന്താനയോഗം ഉണ്ടോ എന്നുകൂടെ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ 10 പൊരുത്തങ്ങൾ, ദശ പൊരുത്ത ആ രീതിയിൽ അല്ലാതെ കുറച്ചുകൂടെ നോക്കണം. രണ്ടാമത്തെ കാര്യം, ജ്യോത്സ്യൻ ഒരു കൗൺസിലറുടെ ഒരു റോള് കൂടെ ഏറ്റെടുക്കണമെന്ന് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വേദിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പ്, നിശ്ചയത്തിന് മുമ്പാകാം അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞാകാം, കല്യാണത്തിന് മുമ്പ് എന്തായാലും ഈ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ ജ്യോത്സ്യനെ കണ്ട് തങ്ങൾക്ക് വരാൻ പോകുന്ന ഗുണവും ദോഷവും ശാസ്ത്രീയമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ബോധവൽക്കരണം നല്ലതാണ്. കാരണം നിങ്ങൾ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കാനുള്ള യോഗം ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആകും. ഇത് പലപ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അഘാതങ്ങളിലാണ് പിരിഞ്ഞു പോരുന്നത്. അപ്പോൾ ഒരു ജ്യോതിഷന് ഒരു കൗൺസിലർ റോള് കൂടെ കൈകാര്യം ചെയ്യാം. മാതാപിതാക്കളുടെ സാന്നിധ്യം ഞാനിത് പറയാൻ കാര്യം, ഞാൻ താമസിക്കുന്ന അടുത്ത് ഒരു പയ്യൻ അവരുടെ വിവാഹമായി പല ജ്യോത്സ്യന്മാരെയും പോയി കണ്ടു, ജാതകം നോക്കി ചേരില്ല. പക്ഷെ ഇവർക്ക് ഈ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമാണ്. അവസാനം എൻ്റെ അടുക്ക് വന്നു, ഞാൻ പറഞ്ഞു ഇത് ചേരും. എങ്ങനെ ചേരുമെന്ന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അച്ഛൻ എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, സാറ് ഉറപ്പ് പറയാമെങ്കിൽ ഞാൻ എൻ്റെ മകളെ കടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പ്, കെട്ടിച്ചു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അവിടെയും ഈ ചൊവ്വയുടെ ഒരു വില്ലത്രമൊക്കെ പറഞ്ഞായിരുന്നേ. കാരണം ഞാൻ ധൈര്യമായിട്ട് പറയാൻ കാര്യം, ചൊവ്വാദോഷം ആ ജാതകത്തിൽ ഇല്ല. ഇവർ കണ്ണടച്ച് 7ാം ഭാവത്തിൽ ചൊവ്വാദോഷമായിട്ട് ജ്യോത്സ്യന്മാർ കണ്ടതാണ് കുഴപ്പം. എന്നാൽ ചൊവ്വാദോഷത്തിന് ചില എക്സ്പ്രഷൻ കേസുകളൊക്കെ ഉണ്ട്, അത് ഇവർ നോക്കിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, ചൊവ്വ കല്യാണം കഴിച്ചെന്ന് സംഭവിക്കുക. ഈ ഗ്രഹങ്ങളെന്ന് പറയുന്നത് എത്ര കോടാനുകോടി
ദൂരത്ത് പ്രകാശവർഷങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു ചൊവ്വായ്ക്ക് ഈ ഭൂമിയിലുള്ള ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അത് ഒരാളെ മാത്രം ഇത്ര വൈരാഗ്യ ബുദ്ധിയോടുകൂടി പിടിച്ചു നിർത്തുന്നത് എന്തിനാണ്, അവൻ്റെ കല്യാണം മുടക്കണം എന്തിനാണെന്നാണ് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ചോദിക്കാറുണ്ട്, യുവതലമുറ ചോദിക്കാറുണ്ട്, ശാസ്ത്രജ്ഞാനമുള്ളവർ ചോദിക്കാറുണ്ട്, അതായത് ഫിസിക്കൽ ഇതായിട്ടുള്ള നമ്മുടെ ഭൗതിക ശാസ്ത്ര മേഖലയുള്ളവർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ജ്യോതിഷത്തിന് മറുപടി പറയാൻ സാധിക്കാറില്ല. ഇത്രയും ദൂരെ എന്നുള്ള ഒരാളെ പെർട്ടിക്കുലറായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതല്ല യഥാർത്ഥത്തിലുള്ള കാര്യം. നമ്മൾ ഈ പറയുന്ന ഭൂമിയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും നമ്മളുമെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചില തന്മാത്രകൾ കൊണ്ടാണ്. നമ്മൾ പറയും പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം, പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. അതൊരു 5 എലമെന്റ്സിന്റെ സംയോഗം, വ്യത്യസ്തമായ രീതിയിലുള്ള സംയോഗം കൊണ്ടാണ് വ്യത്യസ്തമായ ഉണ്ടായിട്ടുള്ളതെന്ന് പറയും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും ഈ ഇത് ആണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സൂര്യനും ചന്ദ്രനും, യോഗശാസ്ത്രത്തിൽ പറയണ്ടേ, ഇട പിങ്കള നാളികളെ നമ്മൾ സൂര്യനാടിയും ചന്ദ്രനാടിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഈ എലമെന്റ്സ്, ശനി അയണാണ് പ്രധാനമായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള എലമെന്റാ ഇല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഈ 5 എലമെന്റുകൾ, 5 വസ്തുക്കളുടെ റേഷ്യോയാണ് നമ്മൾ ഈ ജാതകത്തിൽ പറയുന്നത്. പിന്നെ ഇങ്ങനെ ചൊവ്വ ദോഷം, ബുധന് മൗഢ്യം, ചന്ദ്രന് നീചസ്ഥിതി, ആദിത്യൻ ഇങ്ങനെ ഇരിക്കുന്നു ശത്രുക്ഷേത്രത്തിൽ. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിനെ അതേ രീതിയിൽ തന്നെ എടുത്താൽ അതേപോലെയുള്ള എലമെന്റ്സുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നും അതിന് ഈ തരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നും ആ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ബുദ്ധിയെ ബാധിക്കാം, നിങ്ങളുടെ അസ്ഥിയെ ബാധിക്കാം, ബുധനാണെങ്കിൽ ത്വക്കിനെ ബാധിക്കാം, ശുക്രനാണെങ്കിൽ ജലാംശത്തെ ബാധിക്കാം, ചന്ദ്രനാണെങ്കിൽ ജലത്തിനെ ബാധിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഈ പറയുന്ന 5 കാര്യങ്ങളും നിങ്ങളുടെ പഞ്ചപ്രാണനുകളുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ ഗ്രഹങ്ങളുടെ നേച്ചറുകൾ നിങ്ങളുടെ ശരീരത്തിൽ വ്യത്യസ്ത അനുപാതത്തിലാണെന്ന് കാണിക്കുന്ന ഒരു നമ്മൾ പറയില്ല, ഒരു ടെസ്റ്റ് നടത്തിയ ഒരു ഗ്രാഫാണ് ഈ ജാതകം എന്ന് പറയണേ. അപ്പൊ ചൊവ്വ എന്ന് പറയുന്നതിന് നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ പിങ്കള ചുമന്ന കണ്ണുള്ളവനാണ്, ആയുധധാരിയാണ്, അക്രമ സ്വഭാവം കാണിക്കുന്ന ആളാണ്, ക്ഷിപ്രകോപിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ചൊവ്വ ഈ ഒരു സ്ഥാനങ്ങളിൽ നിന്നാൽ ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ടാകും. അങ്ങനെ സ്വഭാവമുള്ള ഒരാളെ ഇത്തരം സ്വഭാവമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചാൽ ഈ പെണ്ണ് പാവമായിരിക്കും, ഈ ചെറുക്കൻ പാവമായിരിക്കും. ഇയാൾ അല്ലെങ്കിൽ ഈ സ്ത്രീ ഇത്തരം ക്ഷിപ്രകോപിയും അക്രമോത്സുകയും ആണെങ്കിൽ ഇവരുടെ ബന്ധം എങ്ങനെ നിന്ന് പോകും? ഉറപ്പായിട്ട് തകർന്നു പോകും. അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ചൊവ്വായ്ക്ക് ഒരു ദ്രാക്കണ സ്വരൂപമുണ്ട്. ഈ ദ്രാക്കണ സ്വരൂപത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ ആ വ്യക്തിയിൽ വർദ്ധിച്ചിരിക്കുമെന്നും അപ്പോൾ സമാനമായ പാപസ്ഥിതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേ എലമെന്റ് സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് ഇങ്ങോട്ടും കൊടുത്ത് ഡ്രോവിൽ കളി അവസാനിക്കും എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്നും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല ആംഗിളിലൂടെയാണ് പലരുടെയും എന്ന് മാത്രം. അതാണ് നമ്മൾ ഗ്രഹനിലയെ കാണുന്നത്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രാക്ടിക്കൽ സംഭവമുണ്ട്. പ്രകാശവർഷത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു ഗ്രഹം എന്തുകൊണ്ട് ഒരു വീട്ടിൽ ഒരാളെ മാത്രം ചൊവ്വയായിട്ട് വേട്ടയാടുന്നു? പക്ഷേ ഈ ചൊവ്വ എന്ന് പറയുന്ന സംഭവത്തിനെ ഈ ജ്യോതിഷന്മാരെല്ലാം കൂടെ ഒരു കമേഴ്ഷ്യൽ വൽക്കരിച്ച് വെച്ചേക്കുന്നത് കൊണ്ടല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇത് പേടിക്കാതെ മുന്നോട്ട് പോകാം എന്നുള്ളതാണോ? പേടിക്കാതെ മുന്നോട്ട് പോകാം. പക്ഷെ എന്ത് വേണം? ഭയം വേണ്ട, മുൻകരുതൽ മതി, ജാഗ്രത മതി. അതായത് ഞാൻ പറയണത് ചൊവ്വാദോഷത്തിന്റെ പേരിൽ കല്യാണം മുടക്കണമെന്നോ മുടക്കാതിരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. കാരണം വിശ്വാസം ഇല്ലാത്തവന് വിവാഹം കഴിക്കാം, വിശ്വാസം ഉള്ളവന് കഴിക്കാതിരിക്കാം, പരിഹാരം ചെയ്യാം. പക്ഷെ എന്നാലും ഈ എലമെന്റുകളുടെ ഏറ്റക്കുറച്ചിലുകൾ വ്യത്യസ്തമായിരിക്കും. അത് കൊടുക്കുന്ന അഘാതം വ്യത്യസ്തമായിട്ട് ഫലിക്കും. അതിന് ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം ഇപ്പോൾ 7ാം ഭാവത്തിൽ അല്ലെങ്കിൽ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഒക്കെയുള്ള ഇവർക്ക് ഈ സ്വഭാവത്തിന് ഈ പറഞ്ഞ അത് വിവാഹത്തിൽ മാത്രം പോരണ്ടേ. നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇത് ഈ പാപസാമ്യം നോക്കിക്കോ. കാരണം നിങ്ങളുടെ പാർട്ട്ണർ രൂക്ഷം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങൾ സൗമ്യനാണെങ്കിൽ ഈ നിങ്ങളുടെ പാർട്ട്ണർ രൂക്ഷമായിട്ടുള്ള സ്വഭാവമാണെങ്കിൽ ചേർന്ന് പോകാൻ പറ്റത്തില്ല. അത് ഈ പലരും പറയുന്ന പോലെ വർഗച്ചാർട്ട് എടുത്തിട്ട് D3 D9 നോക്കിയതിന് ശേഷം അപ്പോൾ ഈ പറയുന്ന ചൊവ്വ ഉണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പൊ നമ്മള് വിവാഹത്തിൽ മാത്രമല്ല, 2 പേര് കല്യാണം കഴിക്കുമ്പോൾ മാത്രം നോക്കിയാൽ വേണ്ട. നിങ്ങൾ ഒരു
ഒരുമിച്ചിരുന്നിട്ട് ഒരു ബിസിനസ്സോ ഒരു സംരംഭമോ ആരംഭിക്കാൻ പോകുമ്പോഴും ഇത്തരം പാപസാമ്യങ്ങൾ നോക്കണം നല്ലതാണ്. നല്ലൊരു കാരണം ഇവിടെ പാർട്ട്ണർ അല്ലെങ്കിൽ പങ്കാളി എന്ന് പറയുന്നത് ഭാര്യ മാത്രമല്ല. ജീവിതത്തിൽ എന്തും പങ്കുപറ്റുന്നവനും പങ്കാളിയാണ്. അത് സുഹൃത്താകാം, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരേ മുറി താമസിക്കുന്നവരാകാം, ഒരേ വ്യവസായ മേഖലയിലോ അല്ലെങ്കിൽ വാണിജ്യമോ ബിസിനസ്സോ ജോലിയോ മേഖല ചെയ്യുന്നതാകാം, സഹയാത്രികനാകാം, സഹമുറിയനാകാം, ആരുമാകാം. അവരുടെ പാമസാമ്യത്തിന്റെ വൈരുദ്ധ്യം കൊണ്ട് ഇവരുടെ സൗഹാർദ്ദത്തിലും ഈ വ്യത്യാസം സംഭവിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് മറ്റ് ജ്യോതിഷികൾക്ക് ചിലപ്പോൾ എൻ്റെ ഈ ഒരു വാക്കുകൾക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതിലെടുത്താലും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൊവ്വായുടെ ശക്തി, ബുധൻ്റെ ശക്തി, ആദിത്യൻ്റെ ശക്തി, ബുധൻ്റെ ശക്തി, ഈ ശക്തികളെയെല്ലാം ഒരു ദ്രേക്കാണ സ്വരൂപം വെച്ച് വിലയിരുത്തിയിട്ടുണ്ടെന്നും അതേ സ്വഭാവങ്ങളേറിയും കുറഞ്ഞും ഒരു മനുഷ്യനിൽ ഉണ്ടാകുമെന്നും അത്തരം രൂക്ഷമായ സ്വഭാവം, അക്രമോത്സുകത, ഭീകരത, മസിൽ പവർ കാണിക്കുക എന്നൊക്കെയുള്ളവർക്ക് പലപ്പോഴും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ ചേരുന്നവർ എപ്പോഴും ചേരുന്നത് ഇതേപോലെ തന്നെ ചേരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ. അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഗോത്രങ്ങളെ പറയാറുണ്ട്. പലപ്പോഴും ഗോത്രങ്ങൾ നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഈ ഗോത്രങ്ങളുണ്ട്, ഓരോ ഗോത്രം. ഈ ഗോത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ജാതിയായിട്ട് വിഭാഗമായിട്ട് മാറി. ജ്യോതിഷത്തിലെ ഗോത്രം അതല്ല. ജ്യോതിഷത്തിലെ ഗോത്രങ്ങളെ നക്ഷത്രങ്ങളെ നന്നാല് വെച്ചിട്ട് 7 സപ്തർഷികളുടെ പേര് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഗോത്രം എന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞ് ലാസ്റ്റ് എന്ത് പറ്റിയെന്നറിയോ? ഗോത്രം ഒരു വിഭാഗമാണ്, ഗോത്രത്തിന്റെ ഉള്ളിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള വിഷയം വന്നുപെട്ടതാണ്. അപ്പൊ ഇതെല്ലാം ജ്യോതിഷന്മാർ ചിലപ്പം വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിൽ ചൊവ്വായക്ക് അവരുടെ ഉപജീവന ഉപാധിയായി ചൊവ്വായെ കാണുകയും, പക്ഷേ അല്ല ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാർ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചൊവ്വ ഒരു പേടിപ്പിക്കൽ ഗ്രഹമല്ല, നമ്മളെ കൂടെ ഒരു എന്താ പറയുക, വളരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന, ഇപ്പോഴും നമ്മുടെ ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന. ചൊവ്വയ്ക്ക് വേറെ ശത്രുവില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ബലം പിടിച്ച് നിർത്തുന്ന, നമുക്ക് നല്ല കരുത്തനാക്കി നമ്മളെ നിർത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ചൊവ്വായെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് വിശ്വാസത്തിന്റെ പേരിൽ. പക്ഷെ ജ്യോതിഷനെ സംബന്ധിച്ച് അയാൾക്ക് ഈ റോള് കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു ഭീകരത പറഞ്ഞ് പരത്താതെ അതിന് ശാസ്ത്രീയമായ രീതിയിൽ ഒരു അവബോധം സൃഷ്ടിച്ചിട്ട് കൊണ്ടുപോകുക. പിന്നെ ഇവർ തമ്മിലുള്ള നേരത്തെ മാനസിക ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പ്രധാനപ്പെട്ടത്. അയാൾക്ക് ഏത് ജ്യോതിഷത്തിന്റെ പ്രമാണങ്ങൾക്കും അപ്പുറം മാനസിക ഐക്യം നല്ലതാണ്. അപ്പൊ അതിനെ നമ്മൾ കാണുമ്പോൾ ഈ ചൊവ്വായെ പേടിപ്പിക്കേണ്ട, അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന വേറെ ഗ്രഹമാണ് ശനി, കണ്ടക ശനി, ഏഴര ശനി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പേടിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ പേരിൽ ഉപജീവനാർത്ഥം ഇവയെല്ലാം തങ്ങളുടെ ഗുണ്ടകളാക്കി ഇടതും വലതും ശനിയെയും കണ്ടകശനിയെ ഏഴരശനിയും ഒരു ഭാഗത്തും ചൊവ്വായെ ഒരു ഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് ഇവ ഒരു ഉപജീവന മാർഗമാണ്. പക്ഷെ സമൂഹത്തിനെ സംബന്ധിച്ച് ശരിയായ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുതിയ തലമുറ ജ്യോതിഷത്തിനെ പുറങ്കാലിനടിച്ച് പുറന്തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ശാസ്ത്രീയവും സമകാലികമായ ഉപയുക്തവും ഉപകാരപ്രദവുമായ രീതിയിൽ ഈ ശാസ്ത്രത്തിനെ വ്യാഖ്യാനിക്കാൻ ഉത്തമരായ ജ്യോതിഷന്മാർക്ക് കഴിയണമെന്നാണ് എനിക്ക് അവരോടുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്. അവർക്ക് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടാകാം, അത് അവർക്ക് പ്രകടിപ്പിക്കാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ അവകാശ പ്രകാരം ഞാനത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജയകുമാർജി, ഈ ഓരോ ദൈവജ്ഞനും ഒരു ജാതകന് വേണ്ടി നല്ലൊരു കൗൺസിലർ റോളും കൂടെ ഏറ്റെടുത്ത് ചെയ്യട്ടെ. ഇതുപോലെയുള്ള പേടിപ്പെടുത്തലുകൾ മാറട്ടെ, ജനങ്ങൾക്ക് ഹോപ്പ് കൊടുത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. വളരെ നല്ല രീതിയിലുള്ള ഡയമെൻഷനാണ് ജയകുമാർജി കൊടുത്തത്. ചൊവ്വയെപ്പറ്റി പേടിപ്പെടുത്തലുകൾക്കപ്പുറം തികച്ചും പൂർണ്ണമായിട്ട് അറിവുകൾ ജയകുമാർജി കൊടുക്കാൻ പറ്റി. സന്തോഷം, നന്ദി, നമസ്കാരം.